കൊച്ചിൻ ഒഫ്താൽമിക് ക്ലബിൻ്റെ സാംസ്കാരിക വിഭാഗമാണ് കൊച്ചിൻ കണ്ണുകടി തിയേറ്റേഴ്സ്. ഞങ്ങളുടെ 21ാമത്തെ സ്കിറ്റാണിത്. ഈ അറബിക് കഥകളുടെ 1001 രാവുകളുടെ അത്ഭുതങ്ങളെ കൊച്ചി IMAക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പരാവർത്തനം ചെയ്യുകയാണ്. ഈ സ്കിറ്റിൻ്റെ പേര് ആസ്പത്രിയിൽ ഭൂതം. ഷീബ സിസ്റ്ററെ, വെള്ള ഷെൽഫ് ക്ലീനായി. അലമാരി തുറക്കട്ടെ? ശരി, തുടങ്ങിക്കോ. സിസ്റ്ററെ, ആശുപത്രി തുടങ്ങിയ കാലത്തുള്ളതാ. ജാമ്പവാന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള വല്ല നിധിയും കിട്ടും. ഇതെന്താ സിസ്റ്ററെ? ഇത് ഞാൻ പണ്ട് സിസ്റ്റർ പോണതിന് മുന്നേ തന്നിരുന്നു. ഓർമ്മ വരുന്നില്ലല്ലോ. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ സിസ്റ്ററെ. ഇത് മറ്റേ ഇതുപോലെ ഉണ്ടല്ലോ. ഏതുപോലെ? അല്ല, മറ്റേ മറ്റേ ചുമ്മാതിരിക്ക് പൈസ ചേട്ടാ. നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം. ദാ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായി? തീർന്നോ? തീരാറായി സാർ. ആ അലമാരിന്ന് ഒരു കൂട്ടം കിട്ടി ഡോക്ടറെ. അതെന്താന്ന് നോക്കായിരുന്നു. എന്ത് കൂട്ടം? ദാ ഇത്. ഇതാണ് നമ്മുടെ പഴയ അണ്ടൈൻ. ഉണ്ടാവാ പൈസ ചേട്ടാ. അണ്ടൈൻ പണ്ടൊക്കെ കണ്ണ് ഇറിഗേറ്റ് ചെയ്യാനുള്ളതായിരുന്നു. ഇതില് സലൈൻ ഒഴിക്കണം. ഇങ്ങനെ നിറയെ പൊടിയാണല്ലോ. ഷീബ, ഒന്ന് തുടയ്ക്ക്. എന്തേ, നിങ്ങൾ പേടിച്ചാ? അതെ, ആരാ നിങ്ങൾ? മനസ്സിലായില്ലേ? ഞമ്മളാന്ന് ഈ അണ്ടൈനിൽ താമസിക്കുന്ന ജീനി. ജീനിയോ? അതേന്ന്, ഭൂതം. നിങ്ങൾ അണ്ടൈനിലൊക്കെയാണോ താമസം? അതെ, വിളക്കില്ലല്ലേ? ഇതെന്താപ്പ ഇങ്ങനെ ചോദിക്കണ? ഞമ്മക്ക് എവിടെയും പാർക്കാം. പിന്നെ നിങ്ങൾ അമർത്തി തുടച്ചില്ലേ ഇങ്ങനെ? അങ്ങനെ ചെയ്താലേ ഞമ്മള് പുറത്ത് വരണം. അതാണ് നിഷ്മം. പിന്നെ 3 വരങ്ങൾ തരണമൊന്നുമില്ലേ? അതെ അതെ, വരം. വരല്ലേ, തരാന്ന്. പൈസ ചേട്ടാ, വേണ്ടാത്തൊന്നും ചോദിക്കല്ലേ കേട്ടോ. അല്ല, ഈ ഭൂതം എന്ന് പറഞ്ഞാൽ ആണല്ലേ? പിന്നെ ഇങ്ങനൊരു വേഷം? അതെ, അങ്ങനെയൊക്കെയാണല്ലോ ബുക്കില്. അതൊക്കെ പണ്ട്. ഇപ്പോഴേ ഭൂതങ്ങളിൽ ഞങ്ങൾ പെൺഭൂതങ്ങളാണ് 85%. പിന്നെ വേഷം, അതൊക്കെ ഓരോരോ നാട്ടിൽ ഓരോരോ ഭാഷയും വേഷവും. എന്തേ, അത് കൊള്ളാം. നമ്മക്കേ ബിമൻ ജീനി സൊസൈറ്റി എന്നൊരു സംഘടന തന്നെയുണ്ട്. കാലം മാറുമ്പോ കൂടെ മാറണ്ട കോയാ. ഓഹോ, അതിപ്പോ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, വരത്തിന്റെ കാര്യം മറക്കണ്ട. 3 വരം. അത് ഇത്ര പെരുത്ത് വരം ഒരുമിച്ച് തരാൻ കഴിയൂല. ഇപ്പൊ സ്റ്റോക്കില്ലാന്ന് പുടി കിട്ടിയാ? സ്റ്റോക്കില്ലാണോ? കഥയിലൊന്നും അങ്ങനെയല്ലല്ലോ. ആ, ഇപ്പൊക്കെ അങ്ങനെയാ. വരങ്ങളെ നമ്മുടെ കേന്ദ്രത്തിന്ന് കിട്ടണം. ഇത്തവണ നമ്മുടെ കോട്ട മുഴുവനും കിട്ടിയിട്ടില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കുത്തിയിരിക്കും മനുഷ്യനെ. വരം തന്നോളന്ന് ഇങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാട്ടോ. ഒന്നെങ്കിൽ ഒന്ന് ഓരോരുത്തർക്കും ഇല്ലേ? ഒരാൾക്കൊന്ന് വീതം. അത് നമുക്ക് ശരിയാക്കാം. പിന്നെ മാഡം, അല്ല ഭൂതം, ഒരു കാര്യം. എന്തേനോ? അതെ, ഓരോരുത്തരും വരം ചോദിക്കുന്നത് മറ്റുള്ളവർ കേൾക്കാതെ വേണം. അതെന്തിനാ? നോ നീഡ്. സബൂറാക്ക, ഒരു ഹിക്കുമത്തുണ്ട്. ഞമ്മനും ചോദിക്കുന്ന ആളും മാത്രമേ കേൾക്കൂ. ഓ, ആയിക്കോട്ടെ. എന്നാ പിന്നെ തുടങ്ങാ. നിങ്ങൾ അടിസ്ഥാന വർഗത്തിലെ ആളല്ലേ, നിങ്ങൾ എന്നെ ആദ്യം ചോദിക്ക്. അത് ഇജ്ജവിടെ ചുമ്മാ കുത്തിയിരിക്കുന്ന ഉദനാ മുഖലക. ഇനി ഇജ്ജ് പറയുന്നതേ ഞമ്മ മാത്രമേ കേൾക്കൂ. ചോദിച്ചോളൂ. ഈ തിയേറ്ററിൽ പൊടി, മാറാല, രോഗാണുക്കൾ ഒന്നും ഒരിക്കലും വരരുത്. അത് ഫസ്റ്റ്. നിങ്ങളാണ് തൊഴിലിനോടും സ്ഥാപനത്തിനോടും കൂറുള്ള പെണ്ണുങ്ങള്. ലക്ഷ്യം വിലക്ഷ്യം ഈജിപ്ഷ്യം. താങ്ക് യു ഭൂതമേ. ഇനി ആരാണ്? ഞാൻ പറഞ്ഞോളി. എനിക്കൊരു ഡോക്ടറാകണം.
തീർച്ചയാ. നാട്ടുകാരുടെ അടി പേടിച്ച് ഇല്ല ഡോക്ടർമാർ എന്നെ മറിച്ചാശിക്കുന്ന കാലാണേ. തീർച്ച. ശരി. ലക്ഷ്യാം വിലക്ഷ്യാം ഈജിപ്ഷ്യാം. ഇതെന്താ? ഇത് ആയുഷ് ഡോക്ടറാണല്ലോ. എനിക്ക് ശരിക്കുള്ള ഡോക്ടറാകേണ്ടത്. പേടിക്കണ്ട ചങ്ങായി, ഇപ്പോക്ക് പോയാ 2-3 കൊല്ലം കഴിയുമ്പോൾ രണ്ടും സമമാകും. പോരെ? ഇനി നിങ്ങള് പറഞ്ഞോളീന്ന് ആരും കേൾക്കൂല. അത് എനിക്കൊരു ഡോക്ടറെ കല്യാണം കഴിക്കണം. അതാപ്പ ഇത്ര വലിയ കാര്യം. ശരിയാക്കാം. ലക്ഷ്യാം വിലക്ഷ്യാം ഈജിപ്ഷ്യാം. മോളെ, വല്യപ്പാനെ കണ്ടാ? ഏ അതാരാ? അതെ, ഞമ്മന്റെ ഉമ്മയാണ്. മോളെ, വല്യപ്പാനെ കാണാനില്ല. ഞമ്മള് പാല് കാച്ചായിരുന്നേ, മൂപ്പരെന്റെ പിന്നിലുണ്ടായിരുന്നു. ഒച്ച കേട്ട് നോക്കിയപ്പോ ആളില്ല. മുഷീബത്തായല്ലോ. ആയി ഓരെ തപ്പി നടന്ന് പാല് മുഴുവൻ തിളച്ചു പോവുകയും ചെയ്ത്. ആ, ഇജ്ജ് വരുമ്പോ ഒരു പാക്കറ്റ് പാലും കൊണ്ടുവാ, 5-6 മുട്ടയും. ഈ വല്യുപ്പുപ്പ എന്ന് പറയുമ്പോ ഓര് നമ്മടെ ഒരു പഴയ കാർന്നോരാ. പഴയ അലാവുദ്ദീന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിലെ ഭൂതം മൂപ്പരാ. ഇപ്പൊ വയസ്സിമ്മണി ആയില്ലേ, ചെവിയും കേൾക്കൂല, കണ്ണും കാണൂല, ഓർമ്മക്കുറവും. അൽഷൈമേഴ്സ്. ഒരീസം വിശേഷമൊക്കെ പിന്നെ പറയാം ഉമ്മ. നിങ്ങൾ പോയിട്ട് വല്യുപ്പാനെ തിരയാൻ നോക്ക്. ഞമ്മളിതൊന്ന് സബൂറാക്കിയിട്ട് ഇപ്പം എന്നെ വരാം. വല്യുപ്പാ, വല്യുപ്പോയി. ആ പറയ്, നിങ്ങൾക്ക് എന്താ വേണ്ടേ? മാഡം, അല്ല ഭൂതം, എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ വേണം എങ്ങോട്ടെങ്കിലും. ഈ ഡോക്ടർ ആളത്ര ശരിയല്ല. ഈ കാണുന്ന ആളൊന്നും അല്ല. ഭയങ്കര ദേഷ്യക്കാരനാ. പേഷ്യൻസിന് മുമ്പിലൊക്കെ വെച്ച് എന്നെ ചീത്ത പറഞ്ഞ് തോലി ഉരിക്കും. എനിക്ക് മതിയായി. അതിന് ഫസ്റ്റ് ഒരാളുണ്ട്. എടാ മോനെ എന്നൊക്കെ എല്ലാരെയും വിളിച്ച് നടക്കുന്ന ഒരു രംഗണ്ണൻ. ഇവരെ ചോരോണ്ട് നിങ്ങൾക്ക് സോഡാ ശർബത്ത് ഉണ്ടാക്കി തരും. വിളിക്കട്ടെ ഓനെ? അയ്യോ വേണ്ടേ. അല്ലെങ്കിൽ തന്നെ ഇക്കൊല്ലം അയാളില്ലാത്തൊരു സ്കിറ്റില്ല. പോരെങ്കി അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം എന്ന് പറഞ്ഞ എവിടേക്കോ തേക്കുന്ന കുമ്മായം എന്ന് കേൾക്കുന്ന ആളാ. നമ്മളില്ലേ? വേണ്ടെങ്കി വേണ്ട. ശരി ശരി. ലക്ഷ്യാം വിലക്ഷ്യാം ഈജിപ്ഷ്യാം. അല്ല, ഇത് അട്ടപ്പാടി അല്ല അട്ടക്കുളത്തേക്കാണല്ലോ. അതിനെന്താ, എങ്ങോട്ടെങ്കിലും വേണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞുള്ളൂ. അവിടെ മാത്രമേ ഇപ്പൊ ഓപ്പൺ വേക്കൻസി ഉള്ളൂ ജനറൽ ട്രാൻസ്ഫറിൽ. എന്നാലും വല്ലാത്തൊരു ചീത്തായി പോയി മാഡം. അല്ല ഭൂതം. എന്തായാലും എന്താ, അവിടെ ഇച്ചങ്ങായിന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഡോക്ടറെ, നിങ്ങക്കെന്താ വേണ്ടേ? എന്നെ ഏറ്റവും ഒന്നാന്തരം ഫേക്കോ സർജൻ ആക്കണം. എന്റെ ഡോക്ടറെ, ഈ ഭരം എന്നൊക്കെ പറഞ്ഞ ഒരു പരിധിയില്ലേ? നിങ്ങൾ നടക്കണ കാര്യമല്ല ചോയ്ക്ക്. പറ്റില്ലേ? പറ്റില്ല. എന്നാൽ ഈ ഷീബ സിസ്റ്റർ എന്നും ഇവിടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. കള്ള പെടുവാ, അത് നമ്മൾ ശരിയാക്കാം. ലക്ഷ്യാം വിലക്ഷ്യാം ഈജിപ്ഷ്യാം. വല്യുപ്പാ, വരൊന്നും കൊടുക്കല്ലേ. ഓരോ എവിടുന്ന് കിട്ടിയമ്മ? ഒരു സിനിമാ നടിയുടെ വീട്ടീന്ന്. സിനിമാ നടിയോ? ഏത് സിനിമാ നടി? എന്തോ മണി ബോസോ ബിഗ് ബോസോ. ഐഷ്, പണ്ടൊരിക്കൽ പോയിരിക്കുന്നു. ഓ, ഓർമ്മയുണ്ട്. അവരുടെ വീട്ടിലൊരു ഫ്ലവർ വേസിന്ന് പുറത്തു വന്നു. എന്നിട്ട് ബരം തരാന്നും പറഞ്ഞു. തന്നേന്ന് ആ പെണ്ണുങ്ങള് എല്ലാരിക്കും എപ്പോഴും ഞമ്മനെ തന്നെ വിളിക്കാൻ തോന്നണേ എന്നൊരു ഭരങ്കടി ചോദിച്ച്. അതന്നെ, അതങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ എല്ലാരും ഓരെ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ വിളിക്കുന്നത് അഭിനയിക്കാനല്ലാന്ന് മാത്രം. ആന്ന്, ഉദ്ഘാടനത്തിനേ. സാധാരണ നിങ്ങൾ ഉദ്ഘാടനത്തിന് സ്റ്റേജിന്റെ മുമ്പിലല്ലേ തിരക്ക് കാണുക.
ഈ പെണ്ണുങ്ങളുടെ ഉദ്ഘാടനത്തിന് സ്റ്റേജിന്റെ പിന്നിലാണത്ര തിരക്ക് മുഴുവൻ. അമേസിംഗ് അല്ലേ? അല്ല, നിങ്ങൾക്കൊക്കെ വരം വേണ്ടേ? ലക്ഷ്യ വിലക്ഷ്യ ഈജിപ്ഷ്യ